ലോക ഫുട്ബോൾ കാത്തിരിക്കുന്ന വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരം ഇന്നാണ്. ആര് വിജയിക്കുമെന്ന കാത്തിരിപ്പിലാണ് ഫുട്ബോൾ ലോകം. വേൾഡ് കപ്പിൽ തോൽവിയറിയാതെ കുതിച്ചെത്തിയ അർജന്റീനയും സ്പെയിനും തമ്മിൽ നേർക്കുനേർ വരുമ്പോൾ ഫൈനലിസിമ നടക്കാത്തതിൻ്റെ ആവേശം കൂടി ഈ വേൾഡ് കപ്പ് ഫൈനലിൽ നമുക്ക് കാണാനാകും. ഏറ്റവും കുറവ് ഗോൾ വഴങ്ങിയ ടീമായ സ്പെയിനും ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചു കൂട്ടിയ അർജന്റീനയും തമ്മിലാണ് പോരാട്ടം. വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ വമ്പന്മാരായ ഇംഗ്ലണ്ടിനെ 2-1 പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അർജന്റീന വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് എത്തിയത്. ഈ സെമി ഫൈനൽ പോരാട്ടത്തിൽ നിർണായകമായ മാറ്റം വരുത്താൻ സ്കലോണിക്ക് സാധിച്ചിരുന്നു. ഇംഗ്ലണ്ടിനെ കൃത്യമായി മനസ്സിലാക്കിയ സ്കലോണി വമ്പൻ മാറ്റം തന്നെയായിരുന്നു സ്ക്വാഡിൽ നടത്തിയിരുന്നത്. സൂപ്പർ താരമായ ഡിപ്പോളിനു പകരം യുവ സൂപ്പർ താരം ഗുലിയാനോ സിമിയോണിനെയായിരുന്നു സ്കലോണി ആദ്യ 11-ൽ പരീക്ഷിച്ചത്. വേൾഡ് കപ്പിൻ്റെ ഫൈനൽ പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെതിരായുള്ള 11-ൽ നിന്ന് വലിയ മാറ്റവുമായി തന്നെയായിരിക്കും സ്കലോണി വേൾഡ് കപ്പിൻ്റെ ഫൈനലിലെത്തുക എന്ന് അർജന്റീൻ മാധ്യമപ്രവർത്തകനായ ഗാസ്റ്റിൻ ഡ്യൂൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്പെയിനിനെതിരെ അർജന്റീന ഇറങ്ങാൻ ഏറ്റവും സാധ്യതയുള്ള ലൈനപ്പ് ഇങ്ങനെയാണ്. അർജന്റീനയുടെ ഗോൾ വലക്കാക്കാൻ സ്കലോണിയുടെ വിശ്വസ്തനായ എമിലിയാനോ മാർട്ടിനസ് തന്നെയായിരിക്കും. അർജന്റീനയുടെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ നൗഹേൽ മൊളീനയ്ക്ക് പകരം ഗോൺസലോ മോണ്ടിയലായിരിക്കും കളിക്കുക. സെൻറ്റർ ബാക്ക് പൊസിഷനിൽ ലിസാൻഡ്രോ മാർട്ടിനസും ക്രിസ്റ്റ്യൻ റൊമേറോയും ഉണ്ടാകും. ഇനി ലെഫ്റ്റ് ബാക്ക് ആയിക്കൊണ്ട് നിക്കോളാസ് ടാഗ്ലിയാഫിക്കോയും, ഡിഫൻസ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ട് കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം അർജന്റീനയുടെ സ്ഥിരം സാന്നിധ്യമായ ലിയാൻഡ്രോ പെരഡസ് ഉണ്ടാകും. മധ്യനിരയിൽ മാക്കലിസ്റ്ററും എൻസോ ഫെർണാണ്ടസിനുമൊപ്പം കഴിഞ്ഞ മത്സരത്തിൽ ആദ്യം ഇല്ലാതിരുന്ന റോഡ്രിഗോ ഡിപ്പോൾ സ്പെയിനിനെതിരായുള്ള മത്സരത്തിൽ തിരിച്ചെത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അദ്ദേഹം സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ തന്നെ ഉണ്ടാകും. മുന്നേറ്റ നിരയിൽ ലിയോ മെസ്സിക്കൊപ്പം ഹൂലിയൻ ആൽവരസ് തന്നെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഏതായാലും വമ്പൻ 11 കൊണ്ടായിരിക്കും സ്കലോണി സ്പെയിനിനെ നേരിടാൻ തയ്യാറാവുക. ഈ ഒരു മത്സരത്തിൽ ആര് വിജയിക്കും? നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? തീർച്ചയായും നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വേൾഡ് കപ്പ് വിശേഷങ്ങളുമായി ഇനിയും കണ്ടുമുട്ടാം.